അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ എത്ര മടങ്ങാണ് അല്ലെങ്കിൽ എത്ര ഭാഗമാണ് അല്ലെ, ടൈംസ് ആൻഡ് പാർട്സ്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഒരു സംഖ്യയുടെ റെസിപ്രോക്കൽ, അതായത് വ്യുൽക്രമം എങ്ങനെയാണ് എഴുതുക എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെ നമുക്ക് ഒരു മിശ്ര ഭിന്നം കിട്ടിയാൽ, അതായത് മിക്സഡ് ഫ്രാക്ഷൻ കിട്ടിയാൽ അതിനെ വിഷമ ഭിന്നം എങ്ങനെയാക്കാം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എങ്ങനെയാക്കാം എന്നത് നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പേജ് നമ്പർ 64 എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യങ്ങൾ, അതായത് പേജ് നമ്പർ 67 ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 67 എടുക്കുക എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ. എന്നിട്ട് നമുക്ക് അതിലെ ചോദ്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം, ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ 27 കുട്ടികൾക്ക് അല്ലെ, 27 കുട്ടികൾക്ക് എന്ത് കിട്ടി, കണക്കിൽ A+ കിട്ടി. ഈ 27 കുട്ടികൾ എന്ന് പറയുന്നത് എന്താണ്, മൊത്തം ആ ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ 3/4 ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദ്യം. മൊത്തം ക്ലാസ്സിലെ കുട്ടികളിൽ ആകെ 27 പേർക്ക് മാത്രമാണ് കണക്കിൽ A+ കിട്ടിയത്. അപ്പോൾ ഇവിടെ നമ്മുടെ മൊത്തം കുട്ടികളുടെ, ടോട്ടൽ കുട്ടികളുടെ 3/4 ഭാഗമാണ് 27. മനസ്സിലായില്ലേ? അപ്പൊ മൊത്തം കുട്ടികൾ എത്രയുണ്ടോ അതിന്റെ 3/4 27. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ചോദ്യം നമുക്ക് ചെയ്യാം. അപ്പോൾ മൊത്തം കുട്ടികളുടെ 3/4 ഭാഗമാണ് 27. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, മൊത്തം കുട്ടികൾ അല്ലെ, ടോട്ടൽ സ്റ്റുഡൻസ്, ആ ക്ലാസ്സിലെ ടോട്ടൽ സ്റ്റുഡൻസ് മൊത്തം കുട്ടികളുടെ എത്ര ഭാഗമാണ്, 3/4 ഭാഗം. അപ്പൊ ടോട്ടൽ സ്റ്റുഡൻസ് ഇൻറ്റു 3/4 ആണ് എത്ര, 27. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എന്താ കാണേണ്ടത്, ടോട്ടൽ കുട്ടികൾ എത്രയുണ്ട് അല്ലെ, മൊത്തം കുട്ടികൾ. അപ്പൊ നമുക്ക് ഇതിൽ കാണേണ്ടത് ടോട്ടൽ സ്റ്റുഡൻസ്, അതായത് മൊത്തം കുട്ടികൾ എന്ത് വരും, ഇവിടെ 27 അപ്പുറത്ത് കിടക്കുന്നുണ്ട് അല്ലെ, ആ 27 അങ്ങനെ തന്നെ എഴുതി. ഇനി നമ്മൾ എന്ത് വേണം, ഇവിടെ നോക്കിയാൽ ടോട്ടൽ സ്റ്റുഡൻസ് ഇൻറ്റു 3/4 ആണ് അല്ലേ. അപ്പോൾ ഈ സമത്തിന്റെ ചിഹ്നത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, നമ്മൾ ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോകാൻ പോകണം. ഇതിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ഇതിനെ നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും, ഇൻറ്റു എന്നുള്ളത് എപ്പോഴെന്തായിരിക്കും, ഹരിക്കണം എന്നായി മാറും. ഹരിക്കണം 3/4. ഇതൊരു ഭിന്നസംഖ്യയാണ് അല്ലേ, ഫ്രാക്ഷൻ ആണ് അല്ലേ. ഒരു ഭിന്നസംഖ്യയോട് നമ്മൾ ഹരിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, അതിനെ നമ്മൾ മറിച്ചിടാം. നാം ഇന്നലെ പറഞ്ഞല്ലേ വ്യുൽക്രമം, ഓർമ്മയുണ്ടല്ലോ, റെസിപ്രോക്കൽ അല്ലെ. അപ്പൊ മറിച്ചിട്ടിട്ട് ഗുണിച്ചാൽ മതി. അപ്പൊ അത് പ്രത്യേക ഓർമ്മയിൽ വെക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, = 27 നമ്മൾ ഹരിക്കുന്നതിന് പകരം എന്ത് ചെയ്യാൻ പോകണം, ഗുണിക്കാൻ പോകണം. എങ്ങനെ ഗുണിക്കണം, 3/4 മറിച്ചിടാം 4/3. അപ്പൊ നമുക്ക് 27 × 4/3 അല്ലെ. അപ്പൊ മുകളിൽ 27 ഉണ്ട് 4 ഉണ്ട് /3. അപ്പൊ നമുക്ക് 3 കൊണ്ട് ആരെ ഹരിക്കാം, 27 ഹരിക്കാം. 9 × 3 27 അല്ലേ. അപ്പൊ നമുക്ക് 9 പ്രാവശ്യം, 9 × 4 ബാക്കി വന്നു അല്ലേ, 9 × 4 = 36. അപ്പൊ എത്ര കുട്ടികളുണ്ട്, ടോട്ടൽ സ്റ്റുഡൻസ് മൊത്തം എത്ര കുട്ടികളുണ്ടായിരുന്നു ആ ക്ലാസ്സിൽ, 36 കുട്ടികളുണ്ടായിരുന്നു, 36 സ്റ്റുഡൻസ്. ഇത്രയുള്ള ഒന്നാമത്തെ ചോദ്യം. അപ്പൊ ഇതേ രീതിയിൽ തന്നെയാണ് ഇനി വരുന്ന ചോദ്യങ്ങളൊക്കെ, അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്താണ്, ഒരു കുപ്പിയുടെ 2/3 ഭാഗം, ശ്രദ്ധിക്കാം കുപ്പി മുഴുവനല്ല, 2/3 ഭാഗം 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ഈ 2/3 ഭാഗം നിറഞ്ഞു. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു, ഇത് 1/2 ലിറ്റർ ആണ്. വെള്ളം ഒഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചു, ഈ കുപ്പിയുടെ എത്ര ഭാഗം നിറഞ്ഞു, 2/3 ഭാഗം, 2/3 പാർട്ട്. അങ്ങനെയാണെങ്കിൽ കുപ്പിയിൽ മൊത്തം എത്ര വെള്ളം കൊള്ളും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ഈ കുപ്പിയുടെ 2/3 ഭാഗമാണ് 1/2 അല്ലേ. അപ്പോൾ അത് വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കുപ്പിയുടെ 2/3 ഭാഗമാണ് 1/2 അല്ലെ. അങ്ങനെ എഴുതും, കുപ്പിയുടെ മൊത്തം അളവ് അല്ലെ, അത് നമ്മൾ അങ്ങനെ പറയാം, വോളിയം ഓഫ് ബോട്ടിൽ, ബോട്ടിലിന്റെ മൊത്തം അളവ്. അപ്പോൾ നമുക്ക് എഴുതാം വോളിയം ഓഫ് ബോട്ടിൽ, അതായത് കുപ്പിയുടെ വോളിയം മൊത്തത്തിലുള്ള അളവ്, അതിൻ്റെ എത്ര ഭാഗമാണ്, 2/3
3 ഭാഗമാണ് ഏത് 1/2. അങ്ങനെയാണ് നമുക്ക് നേരത്തെ ചെയ്ത വോളിയം ഓഫ് ബോട്ടിൽ, അതായത് കുപ്പിയുടെ അളവ്. അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം? വോളിയം ഓഫ് ബോട്ടിൽ, അതായത് കുപ്പിയുടെ അളവ് എത്ര വരും? ഇപ്പുറത്ത് എന്താ ഉള്ളത്? 1/2. അത് അതേപോലെ തന്നെ എഴുതി. ഇനി എന്ത് വേണം? ഇവിടെ ഇൻറ്റു 2/3 ആണ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് നാം എന്ത് ചെയ്യണം? അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇൻറ്റു എന്തായി മാറും? ഹരിക്കണമെന്നായി മാറി. അപ്പോൾ ഹരിക്കണം 2/3. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഹരിക്കുന്നതിന് പകരം നാം പറഞ്ഞു മറിച്ചിട്ട് ഗുണിച്ചാൽ മതി അല്ലേ? അപ്പോൾ നമുക്കിവിടെ 1/2 ഹരിക്കുന്നതിന് പകരം ഇൻറ്റു എന്ത് വരും? മറിച്ചിടാം 3/2. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. മുകളിൽ 1 ഇവിടെ 3 അല്ലേ? 2 കൊണ്ട് നമുക്ക് 3 ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് വേണം? ഇത് ഗുണിച്ചിടാം. 1 × 3 3 ബൈ ഇനി അടിയിൽ എന്തൊക്കെ ഉണ്ട്? 2 × 2 4. എന്ത്? ലിറ്റർ അല്ലേ? ലിറ്ററിലല്ലേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ 3/4 ലിറ്റർ ആണ് ഈ കുപ്പിയുടെ അളവ്. അത് മനസ്സിലായില്ലേ? അപ്പോൾ ഒരേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ എല്ലാ ചോദ്യങ്ങളും ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു പാത്രത്തിൻ്റെ അതിൻ്റെ 3/4 ഭാഗം, അപ്പോൾ മുഴുവനും ഇല്ല, 3/4 ഭാഗം വെള്ളം എടുത്തപ്പോൾ, അപ്പോൾ അതായത് ഇപ്പോൾ ഇതിങ്ങനെ ഇത്ര ഈ പാത്രത്തിൽ ഇത്ര വെള്ളം എടുത്തു. അത് എത്രയാണ്? ഈ പാത്രത്തിൻ്റെ 3/4 ഭാഗമാണ്. അപ്പോൾ ഇത്ര വെള്ളം എടുത്തപ്പോൾ ഇത് എത്ര വെള്ളമായി? 1.5 ലിറ്റർ വെള്ളമായിരുന്നു. അപ്പോൾ ഇതെത്ര വെള്ളമുണ്ട്? 1.5 ലിറ്റർ വെള്ളം. അപ്പോൾ ഇത് 1.5 ലിറ്റർ വെള്ളമുണ്ട്. പാത്രത്തിൻ്റെ 3/4 ഭാഗം വെള്ളം എടുത്തപ്പോൾ 1.5 ലിറ്റർ വെള്ളം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ പാത്രത്തിൽ എത്ര വെള്ളം കൊള്ളും? നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അല്ലേ? എന്താണ് നമുക്ക് പറയാൻ പറ്റുക? ഈ പാത്രത്തിൻ്റെ അളവിൻ്റെ അല്ലേ, മൊത്തം അളവിൻ്റെ 3/4 ഭാഗമാണ് ഏത്? ഈ 1.5. അപ്പോൾ നമുക്ക് പാത്രത്തിൻ്റെ അളവിൻ്റെ 3/4 ഭാഗമാണ് 1.5. അപ്പോൾ പാത്രത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വെസൽ എന്ന് എഴുതാം അല്ലേ? അപ്പോൾ വോളിയം ഓഫ് വെസൽ, പാത്രം, അതിൻ്റെ, അപ്പോൾ ഈ പാത്രത്തിൻ്റെ അളവിൻ്റെ എത്ര ഭാഗം? 3/4 ഭാഗമാണ് ഏത്? 1.5. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വോളിയം ഓഫ് വെസൽ, അതായത് പാത്രത്തിൻ്റെ അളവ് കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ നമുക്ക് വോളിയം ഓഫ് വെസൽ, അതായത് പാത്രത്തിൻ്റെ അളവ് എത്ര വരും? സമം ഇവിടെയുള്ള എന്താണ്? 1.5. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഇൻറ്റു 3/4 അല്ലേ? അത് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എന്ത് വരും? ഇൻറ്റു എന്നുള്ളത് ഹരിക്കണം. എത്ര? 3/4 കൊണ്ട് ഹരിക്കണം. നമ്മൾ എന്ത് വേണം? ഹരിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? മറിച്ചിട്ട് ഗുണിച്ചാൽ മതി അല്ലേ? പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താണ് പ്രശ്നം? ഇവിടെ മിശ്ര ഭിന്നമാണ് അല്ലേ? അതായത് മിക്സഡ് ഫ്രാക്ഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണത്? വിഷമ ഭിന്നമാക്കണം വേണ്ടേ? വളരെ ഈസിയാണിത്. എന്ത് ചെയ്യണം? നമ്മൾ ഈ 2 എണ്ണം അടിയിലുള്ളത് ഇതും തമ്മിലൊന്ന് ഗുണിക്കുക. പിന്നെന്ത് ചെയ്യാം? ആ കിട്ടുന്ന ഉത്തരത്തിൻ്റെ കൂടെ ഇതങ്ങോട്ട് കൂട്ടാം, മുകളിലുള്ള ഇതങ്ങോട്ട് കൂട്ടാം. അതായത് 2ഉം 1ഉം അല്ലേ? 2ഉം 1ഉം തമ്മിൽ ഗുണിക്കുക, അതിൻ്റെ കൂടെ +1. എന്നിട്ട് അടിയിലുള്ള അതേപോലെ തന്നെ അടിയിൽ ഏതാ ഉള്ളത്? 2. അപ്പോൾ എന്തോന്ന്? 2 × 1 2, 2ഉം 1ഉം 3. അപ്പോൾ 3/2. നമുക്കിത് എഴുതാം 3/2. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഹരിക്കണം 3/4. അപ്പോൾ ഹരിക്കുന്നതിന് പകരം എന്ത് ചെയ്യാം? നമുക്ക് ഗുണിക്കുക. ഏതുകൊണ്ട്? 4/3. ഇവിടത്തേക്ക് അടിയിൽ മുകളിൽ 3 ഉണ്ട് അല്ലേ? അപ്പോൾ 3 കൊണ്ട് 3നെ ഹരിക്കുക. അപ്പോൾ അത് പോയി, ക്യാൻസലായി പോയി. ഇനി ഇവിടെ 4/2 അല്ലേ? അപ്പോൾ നമുക്ക് 2 കൊണ്ട് 4നെ ഹരിക്കാമല്ലോ. 2 കൊണ്ട് 4നെ ഹരിച്ച് എത്ര ബാക്കി വരും? 2 × 2 4 അല്ലേ? അപ്പോൾ 2 = 2. പാത്രത്തിൻ്റെ അളവാണ് അല്ലേ? അപ്പോൾ 2 ലിറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ ചോദ്യം. സെയിം ലെങ്ത് ഉള്ള 3 റിബണുകൾ അല്ലേ? ആ റിബണുകളിൽ 2 റിബണും പിന്നെ 3ാമത്തതിൻ്റെ പകുതിയും കൂടിയിട്ട് അങ്ങോട്ട് കൂട്ടിമുട്ടിച്ച് വെച്ചു അല്ല, ചേർത്ത് വെച്ചു. 1 മീറ്ററായി മൊത്തം നീളം. അപ്പോൾ ഈ മുകളിലുള്ളതും ഇതും പിന്നെ ഇതിൻ്റെ പകുതിയും അല്ലേ? അപ്പോൾ ഇത് 3 ചേർത്ത് വെച്ചപ്പോൾ മൊത്തം 1 മീറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ
ഒരു റിബണിൻ്റെ നീളം എത്ര ആയിരിക്കും? ഈ ഒരു റിബൺ അല്ലേ, പിന്നെ അതുപോലത്തെ വേറൊരു റിബൺ അതിൻ്റെ ഒരു പകുതി, അത് കൂട്ടിക്കഴിഞ്ഞാൽ 1 മീറ്ററായി. 2.5 റിബൺ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അപ്പോൾ ഒരു റിബണിൻ്റെ 2.5 മടങ്ങാണ് 1 മീറ്റർ. അപ്പോൾ ഒരു റിബണിൻ്റെ 2.5 മടങ്ങാണ് 1 മീറ്റർ. 2.5 എവിടെ നിന്നാണ് കിട്ടിയത് മനസ്സിലായില്ലേ? എവിടെ നിന്നാണ് കിട്ടിയത്? 2.5 എണ്ണമാണ് എടുത്തത് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമുക്ക് 2.5 കിട്ടിയത്. ലെങ്ത് ഓഫ് എ റിബൺ അല്ലേ, അതിൻ്റെ 2.5 മടങ്ങ് ആണ് എത്ര? 1 മീറ്റർ. അപ്പോൾ അതിൽ നമുക്ക് ലെങ്ത് ഓഫ് റിബൺ, ഒരു റിബണിൻ്റെ നീളം കണ്ടുകൂടെ? എങ്ങനെ കാണും? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലെങ്ത് ഓഫ് എ റിബൺ എന്ത് വരും? ഇപ്പോഴത്തെ എന്താ ഉള്ളത്? 1 മീറ്റർ അല്ലേ, 1. ഇനി ഇതിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം അല്ലേ, അപ്പോൾ എന്ത് വരും? ഹരിക്കണം. ഗുണിക്കുന്നതിന് പകരം ഹരിക്കണം. എത്ര? 2.5. അപ്പോൾ നമുക്കറിയാം ഹരിക്കുന്നതിന് പകരം മറിച്ചിട്ട് ഗുണിച്ചാൽ മതി എന്നറിയാം അല്ലേ. പക്ഷേ ഇവിടെ എന്ത് വേണം? ഇവിടെ നമ്മൾ ഇതിനൊന്ന് രൂപം മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യാം? ഇവർ തമ്മിൽ ഗുണിക്കുക, പിന്നെ അതിൻ്റെ കൂടെ ഇത് കൂട്ടാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സീക്വൽ ടു 1 ഹരിക്കണം 2 × 2 4, 4 + 1 5, തെറ്റിക്കില്ലല്ലോ. അത് 2 × 2 അതിൻ്റെ കൂടെ 1 കൂട്ടാം, ബൈ അടിയിലേതാ ഉള്ളത്? 2. അപ്പോൾ നമുക്ക് 5/2 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യണം? ഹരിക്കുന്നതിന് പകരം മറിച്ചിട്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ 1 ഹരിക്കുന്നതിന് പകരം ഇൻറ്റു, പിന്നെ 5/2 പകരം 2/5. അപ്പോൾ നമുക്ക് നോക്കിയേ, അപ്പോൾ നമുക്ക് ഹരിക്കാനും വെട്ടിക്കളയാനൊന്നും പറ്റില്ല അല്ലേ. അപ്പോൾ 1 × 2 എത്രയാണ്? 5. അപ്പോൾ ലെങ്ത് ഓഫ് റിബണിൻ്റെ നീളത്തിലാണ് 2/5 മീറ്റർ. അപ്പോൾ നമ്മുടെ ഉത്തരമായി. പക്ഷേ ഇവർ ചോദിച്ചിട്ടുള്ളത് എന്താണ്? വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് എ റിബൺ ഇൻ സെന്റിമീറ്റർ? നമ്മൾ കിട്ടിയത് മീറ്ററിലാണ് അല്ലേ. എല്ലാ അളവും മീറ്ററിൽ തന്നുകൊണ്ട് നമുക്ക് ഇതും ഉത്തരവും മീറ്ററിൽ കിട്ടി. പക്ഷെ നമ്മളോട് സെന്റിമീറ്റർ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് വേണം? നമുക്കറിയാലോ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 സെന്റിമീറ്റർ ആണ്. 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 2/5 മീറ്റർ എത്ര സെന്റിമീറ്റർ ആയിരിക്കും? സീക്വൽ ടു എത്ര വരും? 2/5നെ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 100 നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. എത്ര വരും? 20 പ്രാവശ്യം അല്ലേ, 20 പ്രാവശ്യം വരും. അപ്പോൾ ഈക്വൽ ടു 2 × 20 40. അപ്പോൾ 40 എന്താണ്? മീറ്റർ അല്ല, സെന്റിമീറ്റർ. പിന്നെ നമുക്ക് പേജ് നമ്പർ 68 ചോദ്യം കൂടി ഒന്ന് ചെയ്യാം. അപ്പോൾ എന്താണ് അതിൽ ആദ്യത്തെ ചോദ്യം? എ 16 മീറ്റർ ലോങ് റോഡ്, ഒരു 16 മീറ്റർ നീളമുള്ള ഒരു കമ്പി എന്ത് ചെയ്യുന്നുണ്ട്? അത് കഷ്ണങ്ങളാക്കുന്നു. എങ്ങനെ? 2/3 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ 16 മീറ്റർ നീളമുള്ള ഒരു കമ്പി, അതിനെ നമ്മൾ കഷ്ണങ്ങളാക്കാൻ പോകണം. എത്ര വേണം? ഓരോ കഷ്ണത്തിൻ്റെ നീളം എത്ര വരണം? 2/3. അങ്ങനെ വെച്ചിട്ട് കുറേ കഷ്ണങ്ങളാക്കണം. അങ്ങനെ കഷ്ണങ്ങളാക്കിയാൽ നമുക്ക് എത്ര കഷ്ണം കിട്ടും എന്നാണ് ചോദ്യം. ഇതൊരു കമ്പി എന്ന് വിചാരിക്കാം. ഇതിന് 10 മീറ്റർ നീളമുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ 2 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കണം ഇതിനെ. 2 മീറ്റർ 2 മീറ്റർ 2 മീറ്റർ 2 മീറ്റർ അങ്ങനെയാണ് നമുക്ക് എത്ര കഷ്ണം കിട്ടുക? ഇന്ന് 5 കഷ്ണം കിട്ടും അല്ലേ. ഈ 5 നമുക്ക് എങ്ങനെ കിട്ടിയത്? മുറിച്ച് നോക്കാണ്ട് തന്നെ കിട്ടും അല്ലേ. എന്ത് ചെയ്താൽ മതി? 10 നീളം 10 10നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 ഉത്തരം കിട്ടിയല്ലേ. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും ചെയ്യേണ്ടത്. ഇവിടെ 10ന് പകരം എത്രയാണ്? 16 മീറ്റർ. നമ്മൾ ഇവിടെ ഒരു പീസ് 2 മീറ്റർ പറഞ്ഞതിന് പകരം ഇവിടെ ഒരു പീസിൻ്റെ നീളം 2/3 മീറ്റർ. അപ്പോൾ ഇത്രയേ ഉള്ള വ്യത്യാസം. ഇവിടെ നമുക്ക് ഈ ഒരു പീസിൻ്റെ നീളം അത് 2 അല്ലേ, അതും ഇവിടെ എത്ര എണ്ണം കിട്ടി? നമുക്ക് 5 അല്ലേ. അപ്പോൾ 2ഉം 5ഉം തമ്മിൽ ഗുണിച്ചാൽ എന്ത് കിട്ടണം? ഈ മൊത്തം നീളം നമുക്ക് കിട്ടണം. അതായത് ഒരു പീസിൻ്റെ നീളം ഇൻറ്റു പീസിൻ്റെ എണ്ണം ഈക്വൽ ടു കമ്പിയുടെ നീളം. അപ്പോൾ ഇവിടെ ഒരു പീസിൻ്റെ നീളം 2 ഇൻറ്റു എത്ര പീസ് കിട്ടി? 5 പീസ്. അപ്പോൾ 2 × 5 നമുക്ക് 10 കിട്ടി. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ലെങ്ത് ഓഫ് 1 പീസ്. ലെങ്ത് ഓഫ് 1 പീസിനെ നാം എന്തുകൊണ്ട് ഗുണിക്കണം? പീസിൻ്റെ എണ്ണം അല്ലേ.
നമ്പർ ഓഫ് പീസ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? കമ്പിയുടെ നീളം എത്ര? കമ്പിയുടെ നീളം 16. ലെങ്ത് ഓഫ് വൺ പീസ് നമുക്കറിയാലോ എത്രയാണ്? 2/3 ഇൻറ്റു നമ്പർ ഓഫ് പീസ്. ഇത് നമുക്കറിയില്ല അല്ലേ? അപ്പോൾ ഇൻറ്റു നമ്പർ ഓഫ് പീസ്, നമ്പർ ഓഫ് പീസസ്, എത്ര പീസുകളുണ്ട് അത് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 16 കിട്ടണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് പീസ് അല്ലേ, കഷ്ണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ കഷ്ണങ്ങളുടെ എണ്ണം നമ്പർ ഓഫ് പീസസ് എത്ര വരും? ഇവിടെ 16 ഉണ്ട്. ഇനി 2/3 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ എന്ത് വരും? ഹരിക്കണം 2/3. അപ്പോൾ നമുക്കറിയാം ഹരിക്കുന്നതിന് പകരം മറിച്ചിട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 16 ഇൻറ്റു 2/3 3/2. നോക്കിയാൽ 16 ഇൻറ്റു 3/2 അല്ലേ? അപ്പോൾ 16നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? 8 ഇൻറ്റു 2 16 = 24. അപ്പോൾ എത്ര കമ്പി കഷ്ണങ്ങൾ കിട്ടും? അങ്ങനത്തെ 24 എണ്ണം കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അടുത്തൊന്ന് ചെയ്ത് നോക്കാം. 3/4 ലിറ്റർ വെള്ളം കൊള്ളുന്ന കുപ്പികൾ, ബോട്ടിലുകൾ. അതിന് നമുക്ക് 5/1/4 ലിറ്റർ വെള്ളം നമ്മുടെ കയ്യിലുണ്ട്. ഈ വെള്ളം നമുക്ക് ഇതേപോലത്തെ കുപ്പികളിലാക്കണം. ഈ അളവുള്ള കുപ്പികളിൽ നിറക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര കുപ്പികൾ നമുക്ക് വേണ്ടി വരും? മനസ്സിലായില്ലേ? ഇവിടെ നോക്കിയാൽ 5/1/4 ലിറ്റർ വെള്ളം ഉണ്ട് ഈ പാത്രത്തിൽ. അത് നമുക്ക് 3/4 ലിറ്റർ വെള്ളം കൊള്ളുന്ന കുപ്പികളിൽ നിറക്കണം. അപ്പോൾ എത്ര കുപ്പികൾ വേണ്ടി വരും? അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അല്ലേ, ഈ കുപ്പികളുടെ അളവ്, ഈ കുപ്പിയുടെ അളവ് എത്ര? 3/4. പിന്നെ എത്ര കുപ്പികൾ വേണ്ടി വരും? എത്ര നമ്പറുകൾ വേണ്ടി വരും? ആ കുപ്പികളുടെ എണ്ണം കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഈ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കിട്ടണം. മനസ്സിലായില്ലേ? അതായത് ഇതിൻ്റെ കുപ്പിയുടെ അളവും കുപ്പികളുടെ എണ്ണവും കൂടി ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടണം? ഈ വെള്ളത്തിൻ്റെ അളവ് കിട്ടണം. അതായത് കുപ്പിയുടെ അളവും ഇൻറ്റു കുപ്പിയുടെ എണ്ണം അത് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടണം? ഈ വെള്ളത്തിൻ്റെ അളവ് കിട്ടണം. കുപ്പിയുടെ അളവ് അല്ലേ? അപ്പോൾ വോളിയം ഓഫ് 1 ബോട്ടിൽ ഇൻറ്റു കുപ്പികളുടെ എണ്ണം നമ്പർ ഓഫ് ബോട്ടിൽസ്, നമ്പർ ഓഫ് എന്ത് കിട്ടണം? നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കിട്ടണം. വോളിയം ഓഫ് വാട്ടർ. അപ്പോൾ വോളിയം ഓഫ് ബോട്ടിൽ എത്രയാണ്? വോളിയം ഓഫ് ബോട്ടിൽ 3/4 ഇൻറ്റു നമ്പർ ഓഫ് ബോട്ടിൽ. എന്ത് കിട്ടണം നമുക്ക്? വോളിയം ഓഫ് വാട്ടർ അല്ലേ? വെള്ളത്തിൻ്റെ വോളിയം എത്രയാണ്? 5/1/4. അപ്പോൾ നമുക്ക് ഇതിന് നമ്പർ ഓഫ് ബോട്ടിൽസ് കണ്ടുപിടിക്കാമല്ലോ. നമ്പർ ഓഫ് ബോട്ടിൽസ് = എന്ത് വരും? ഇവിടെ ഉള്ളത് 5/1/4. അതിനെ എന്ത് ചെയ്യണം? ഇതിനങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇൻറ്റു എന്നുള്ളത് ഹരിക്കണം എന്നായി അല്ലേ? ഹരിക്കണം 3/4. അപ്പോൾ നമുക്കറിയാം ഹരിക്കുന്നതിന് പകരം മറിച്ചിട്ട് ഗുണിച്ചാൽ മതി. പക്ഷേ ഇവിടെ എന്താണുള്ളത്? ഈ രൂപത്തിലാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ അതിനൊന്ന് മാറ്റണ്ടേ? മാറ്റണം. എങ്ങനെ മാറ്റാം? ഇവിടെ ഗുണിക്കുക, ഇത് കൂട്ടുക. 4 ഇൻറ്റു 5 എത്രയാണ്? 20. 20ൻ്റെ കൂടെ 1 കൂട്ടുക, 21/4. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം 21/4 ഗുണിക്കണം 3/4നെ 4/3 മറിച്ചിട്ടു. ഇനി നോക്കിയേ, ഇവിടെ 4 ഉണ്ട്, ഇവിടെ മുകളിൽ 4 അല്ലേ? 4 4 കൊണ്ട് ഹരിച്ചു, വെട്ടിപ്പോയി. ഇനി 21/3 ഹരിക്കാൻ പറ്റുള്ളൂ നമുക്ക്. 7 ഇൻറ്റു 3 21 അല്ലേ? അപ്പം 7. 3നെ 27 പ്രാവശ്യം. നമുക്ക് നമ്പർ ഓഫ് ബോട്ടിൽസ് എത്ര ബോട്ടിൽ വേണ്ടി വരും? 7 ബോട്ടിൽസ്. 7 കുപ്പികൾ വേണം. 7 കുപ്പികളുണ്ടെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് നിറക്കാൻ പറ്റും. മനസ്സിലായല്ലോ? നമുക്ക് അടുത്തൊന്ന് ചോദിച്ചു നോക്കാം. 13.5 കിലോ പഞ്ചസാരയുണ്ട് അല്ലേ? ആ പഞ്ചസാര എന്ത് വേണം? 2.25 കിലോയുള്ള ചെറിയ സഞ്ചികളിലാക്കണം, ചെറിയ ബാഗുകളിലായിരിക്കും ആക്കണം. നമുക്ക് നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെ, അതേ രൂപത്തിലുള്ള ചോദ്യം.
അപ്പോൾ മൊത്തം നമ്മുടെ കയ്യിൽ 13.5 കിലോ പഞ്ചസാര ഉണ്ട്. അത് നമുക്ക് ചെറിയ ചെറിയ ബാഗിലാക്കി നടക്കണം. എത്ര വീതമുള്ള 2 1/4 കിലോ വീതമുള്ള സഞ്ചികളിലാക്കണം, ബാഗിലാക്കണം. അപ്പോൾ എത്ര എണ്ണം വേണ്ടി വരും? എത്ര ബാഗ് വേണ്ടി വരും? 1/4 kg ഉള്ള എത്ര നമ്പേഴ്സ് വേണ്ടി വരും എന്നാണ് ചോദ്യം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ബാഗിൻ്റെ അളവും ഇൻറ്റു എണ്ണവും തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടണം? മൊത്തം പഞ്ചസാരയുടെ അളവ് കിട്ടണം. അതായത് ബാഗിൻ്റെ അളവും അതിൻ്റെ എണ്ണം കൂടി തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? പഞ്ചസാരയുടെ അളവ് കിട്ടണം. വോളിയം ഓഫ് ബാഗ് അല്ലേ, ബാഗിൻ്റെ അളവും ഇൻറ്റു എത്ര നമ്പർ ഉണ്ട് അല്ലേ, നമ്പർ ഓഫ് ബാഗ്സ്. നമുക്ക് എന്ത് കിട്ടും? പഞ്ചസാരയുടെ അളവ് കിട്ടും. അപ്പോൾ ടോട്ടൽ വെയിറ്റ് ഓഫ് ഷുഗർ. ഈ ചെറിയ ബാഗിൻ്റെ വോളിയവും അളവും അതിൻ്റെ നമ്പറും കൂടി ഗുണിച്ചാൽ നമുക്ക് പഞ്ചസാരയുടെ മൊത്തം അളവ് കിട്ടണം. അപ്പോൾ ബാഗിൻ്റെ അളവ് എത്രയാണ്? 2 1/4 അല്ലേ. 2 1/4 ഇൻറ്റു നമ്പർ ഓഫ് ബാഗ്സ് സീക്വൽ ടു എന്ത് വരും? ടോട്ടൽ വെയിറ്റ് ഓഫ് ഷുഗർ അല്ലേ, പഞ്ചസാരയുടെ അളവ്. എത്രയാണ് പഞ്ചസാരയുടെ അളവ്? 13.5 കിലോ. 13.5. ഇനി എളുപ്പമല്ലേ. അപ്പോൾ നമുക്കതിൽ നിന്ന് എത്ര ബാഗ് വേണമെന്ന് കാണാം. നമ്പർ ഓഫ് ബാഗ്സ് 13.5 നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കൊണ്ട് ഹരിക്കണം അല്ലേ. ഹരിക്കണം 2 1/4. ഇവിടെ നമ്മൾ 2നെ പണിയെടുക്കണം അല്ലേ. ഇതിനെയും മാറ്റണം, ഇതിനെയും മാറ്റണം. അപ്പോൾ നമുക്ക് ആദ്യം 13.5 മാറ്റാം. അങ്ങനെ 13.5 മാറ്റാം. 2 ഇൻറ്റു 13 പ്ലസ് 1 അല്ലേ ബൈ 2. അതായത് 2 ഇൻറ്റു 13 26 1 27/2. അപ്പോൾ ഇതിനെ നമുക്ക് 27/2 എന്ന് എഴുതാം. ഇനി നമുക്ക് ഇതിനെ മാറ്റില്ല അല്ലേ. 4 ഇൻറ്റു 2 8 8 പ്ലസ് 1 9 അല്ലേ. അപ്പോൾ ഹരിക്കണം 9/4. ഇനി നമുക്ക് ഇത് ചെയ്യാം. ഹരിക്കുന്നതിന് പകരം മറിച്ചിട്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ 27/2 ഹരിക്കുന്നതിന് പകരം ഇൻറ്റു 9/4 പകരം 4/9. ഇവിടെ നോക്കിയേ 4 2 ഉണ്ട് അല്ലേ. അപ്പോൾ 2 കൊണ്ട് നമുക്ക് 4 ഡിവൈഡ് ചെയ്യാലോ. 2 പ്രാവശ്യം അല്ലേ. അപ്പോൾ ഈ അടിയിലത്തെ 2 പോയി. ഇനി നോക്കിയാൽ 9 മുകളിൽ 27 ഉണ്ട്. 27 നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 9 ഇൻറ്റു 3 27 അല്ലേ. അപ്പം 3. അപ്പം 27 വിട്ട് 3. ബാക്കി ഇവിടെ എന്തുണ്ട്? ബാക്കിയുള്ളത് 3 ഇൻറ്റു 2 സീക്വൽ ടു 6. അപ്പോൾ എത്ര ബാഗ് വേണം? നമ്പർ ഓഫ് ബാഗ്സ് 6 നമ്പേഴ്സ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചെയ്ത് നോക്കാം. ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുരത്തിൻ്റെ ഏരിയ പരപ്പളവ് നമുക്ക് തന്നിട്ടുണ്ട് 22.5. 22 1/2. പിന്നെ അതിൻ്റെ ഒരു വശത്തിൻ്റെ ഒരു സൈഡിൻ്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് 3 3/4. അങ്ങനെയാണെങ്കിൽ മറ്റേ സൈഡിൻ്റെ നീളം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊരു ചതുരത്തിൻ്റെ പരപ്പളവ് ഏരിയ എങ്ങനെ കാണാം? നീളം ഇൻറ്റു വീതി അല്ലേ. നീളം ഇൻറ്റു വീതിയാണ് പരപ്പളവ്. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് സീക്വൽ ടു. ഇവിടെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ലെങ്ത് എത്രയാണ്? 3 3/4. അപ്പോൾ 3 3/4 ഇൻറ്റു ബ്രെഡ്ത്ത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻറ്റു ബ്രെഡ്ത്ത് വീതി. ഏരിയ നമുക്ക് തന്നിട്ടുണ്ടല്ലോ 22 1/2. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാമല്ലോ, വീതി കണ്ടുപിടിക്കാമല്ലോ. വീതി ബ്രെഡ്ത്ത് വീതി സികൾ എന്ത് വരും? ഇവിടെ 22.5. ഇവിടെ ഇൻറ്റു ഇതിനെ എന്ത് വേണം? അങ്ങോട്ട് പോകുമ്പോൾ ഹരിക്കലോ അല്ലേ. ഹരിക്കണം 3 3/4. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെ മാറ്റണം വേണ്ടേ. അപ്പോൾ എങ്ങനെ മാറ്റാം? ഇവിടെ തമ്മിൽ ഗുണിക്കുക, ഇത് കൂട്ടാം. അപ്പോൾ 2 ഇൻറ്റു 22 പ്ലസ് 1 അല്ലേ ബൈ 2. 2 ഇൻറ്റു 22 44 44 1
45/2. അപ്പോൾ നമുക്കിതിനെ എഴുതാം 45/2. ഇനി 3/4 ഗുണിക്കുക, ഇത് തമ്മിൽ കൂട്ടാം. 3 × 4 12, 12 + 3 15 അല്ലേ. അപ്പോൾ ഹരിക്കണം 15/4. മറിച്ചിട്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ 45/2 ഹരിക്കുന്നതിന് പകരം ഗുണിക്കണം 4/15. 2 കൊണ്ട് 4നെ ഹരിക്കാലോ, 2 ബാക്കി 2. ഇനി നമുക്ക് നോക്കിയാൽ മുകളിൽ 45 ഉണ്ട്, അടിയിൽ 15 ഉണ്ട്. 45നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം പോകും. 3 × 15 ആണ് 45. അപ്പോൾ അത് പെട്ടെന്ന് അറിയാത്തവരെന്ത് ചെയ്യണം? ഈ 45ഉം 15ഉം അല്ലേ. അപ്പോൾ നമുക്കൊരു പണി തമ്മിൽ 45നെ നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? 9 × 5 ആണ് 45. 15നെ എങ്ങനെ എഴുതാം? 3 × 5, 3 × 5 15. കണ്ടില്ലേ, ഇങ്ങനെ എഴുതാം. എന്നിട്ട് ഈ 5ഉം ഈ 5ഉം ക്യാൻസലായി പോയി. ഈ 3ഉം ഈ 9ൽ എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. അപ്പോൾ 45നെ ഇങ്ങനെ എഴുതാം, 15നെ ഇങ്ങനെ എഴുതാം. അപ്പോൾ 45/15 എന്ന് പറഞ്ഞാൽ ഇതേ രൂപത്തിൽ എഴുതിയിട്ട് നമ്മൾ ഹരിക്കുമ്പോൾ 3 കിട്ടി അവിടെ, കണ്ടില്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? 3 × 2 = 6. അപ്പോൾ ഇതിൻ്റെ വീതി എത്രയായിരിക്കണം? 6 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് അടുത്തൊന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ 5ാമത്തെ ചോദ്യം. 11.5 മീറ്റർ നീളമുള്ള ഒരു കയർ. ആ കയറിൽ നിന്ന് എന്ത് വേണം? 2.5 മീറ്റർ നീളമുള്ള കഷ്ണങ്ങൾ നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കണം. നമ്മൾ ഇതേപോലത്തെ ഒരു ചോദ്യം ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം? അപ്പോൾ നമുക്കറിയാലോ, ഈ ചെറിയ കഷ്ണത്തിൻ്റെ നീളം അല്ലേ, നീളവും എത്ര കഷ്ണമുണ്ട് ആ ഇൻറ്റു ആ കഷ്ണങ്ങളുടെ എണ്ണം. അപ്പോൾ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? മൊത്തം കയറിൻ്റെ നീളം കിട്ടും അല്ലേ. നാം ഇതുപോലെ തന്നെ ചെയ്തതാണ്. ഈ ചെറിയ കയറിൻ്റെ നീളത്തെ നാം എന്തുകൊണ്ട് ഗുണിക്കണം? ഇൻറ്റു എണ്ണം, എത്ര എണ്ണം കിട്ടും അല്ലേ. ആ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം കയറിൻ്റെ നീളം കിട്ടും. അതായത് ലെങ്ത് ഓഫ് എ പീസ്, ഒരെണ്ണത്തിൻ്റെ ഒരു ചെറുതിൻ്റെ നീളം, ഇൻറ്റു നമ്പർ ഓഫ് പീസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? കയറിൻ്റെ നീളം കിട്ടണം അല്ലേ. അപ്പോൾ ലെങ്ത് ഓഫ് റോപ്പ്. അപ്പോൾ ഒരു ചെറിയ കഷ്ണത്തിൻ്റെ നീളം എത്ര എണ്ണം ഉണ്ടെങ്കിൽ അത് ഗുണിച്ച് നമുക്ക് ലെങ്ത് ഓഫ് റോപ്പ് കിട്ടും. അപ്പോൾ ഒരു ചെറിയ കഷ്ണ നീളം എത്രയാണ്? 2.5. അപ്പോൾ 2.5 ഇൻറ്റു നമ്പർ ഓഫ് പീസ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് പീസ്, ലെങ്ത് ഓഫ് റോപ്പ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, 11.5. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് പീസ് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് പീസസ് എങ്ങനെ വരും? 11.5നെ എന്ത് ചെയ്യണം? ഈ 2.5 അങ്ങോട്ട് പോകുമ്പോൾ ഹരിക്കണം 2/1/2. അപ്പോൾ നമുക്ക് 11.5നെ ആദ്യം നമുക്ക് മാറ്റി എഴുതാം. അങ്ങനെ മാറ്റി എഴുതും. 2 × 11 + 1 അല്ലേ, /2. അപ്പം 2 × 11 22, 21 23. അപ്പം 23/2 ഹരിക്കണം 2 × 2 4, 4ഉം 1ഉം 5, 5/2. അപ്പോൾ അതിന് പകരം നമ്മൾ മറിച്ചിട്ട് ഗുണിക്കുക അല്ലേ. 23/2 ഇൻറ്റു 2/5. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് രീതിയിൽ വേണം ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഇവിടെ നിന്ന് 2 ക്യാൻസൽ ചെയ്ത് പോകാം, ബാക്കി 23/5. അപ്പോൾ 23/5 എന്ന് പറയുമ്പോൾ 23നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അവിടെ പോയിന്റ് വരും. മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെ വേണം ചെയ്യാം? ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 23 × 2 എത്രയാണ്? 46 അല്ലേ. അപ്പോൾ 46/2 × 5 10 എന്ന് എഴുതാം. അപ്പോൾ എന്താ സുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഒരു പോയിന്റ് നീക്കി ഇട്ടാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് 4.6 എന്ന് ഉത്തരം കിട്ടി. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 ക്യാൻസലായി പോയി, ബാക്കി 23 ഹരിക്കണം 5 അല്ലേ. 23 5 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം. 4 × 5 20, ബാക്കി 3. ഇനി പോവോ? പോവില്ല. ഇറക്കിടാനൊന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ നമ്മോട് പോയിന്റ് ഇട്ട് എന്നിട്ട് ഇവിടെ 0 ചേർത്തു. ഇനി 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 × 5 30. മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4.6 കിട്ടും. അപ്പോൾ ഏത് രൂപത്തിൽ വേണം നിങ്ങൾ ചെയ്തോളൂ. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാൻ പറ്റും?
4 കഷ്ണങ്ങളെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കഷ്ണം ബാക്കി വരും, ചെറിയൊരു പീസ ബാക്കി വരുള്ളൂ അല്ലേ. ആദ്യത്തെ ഉത്തരത്തിന് എന്ത് എഴുതാം? 4 പീസസ്. മനസ്സിലായ? അപ്പോൾ ആദ്യത്തെ ഉത്തരത്തിന് എഴുതാം ഉത്തരം 4 പീസ്. അതാണ് ആദ്യത്തെ ഉത്തരം. അതിലൊരു ചോദ്യം കൂടി ഉണ്ട്, ബാക്കി എത്ര ഉണ്ടെന്ന്. അപ്പം നമുക്ക് 2.5 മീറ്റർ അളവ് വെച്ചിട്ട് നമ്മൾ 4 പീസ് മുറിച്ചെടുത്താൽ മൊത്തം എത്ര കയറ് വേണ്ടി വരും നമുക്ക്? അതാദ്യം നമുക്ക് കാണാം. അപ്പോൾ എഴുതാം ടോട്ടൽ ലെങ്ത് ഓഫ് കട്ടഡ് റോപ്പ് ഇൻറ്റു 2.5 അല്ലേ, 2.5 സീക്വൽ ടു എന്ത് വരും? 4 × 2.5 എന്ന് പറഞ്ഞാൽ 10. പെട്ടെന്ന് അറിയാം അല്ലേ. അത് അറിയാത്തവർ എന്ത് ചെയ്യുക? 4 നമ്മൾ ചെയ്യാറുള്ള പോലെ ചെയ്യുക. 4 × 2.5 നമുക്കൊന്ന് മാറ്റി എഴുതി വയ്ക്കുക. ഇത് തമ്മിൽ ഗുണിക്കുക, അത് നമുക്ക് കൂട്ടാം. അപ്പോൾ 2 × 2 4, 4 3 5, 5/2. അപ്പം 2 കൊണ്ട് 4 ഡിവൈഡ് ചെയ്തു 2 പ്രാവശ്യം. 2 × 5 10. അപ്പോൾ ഇവിടെ നമുക്ക് 10 മീറ്ററാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് മൊത്തം. അപ്പോൾ 2.5 മീറ്റർ വെച്ചിട്ട് 4 പീസ് മുറിച്ചെടുത്താൽ 10 മീറ്റർ വേണം. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? അപ്പോൾ ബാലൻസ് ലെങ്ത്ത് ബാക്കിയുള്ള നീളം എത്ര ബാക്കി ഉണ്ടാവും? മൊത്തം 11.5 അതിൽ നിന്ന് 10 മൈനസ് ചെയ്യുക. 1.5 10 പോയി കഴിഞ്ഞാൽ 1.5. അപ്പോൾ 1.5 മീറ്റർ ബാക്കി ഉണ്ടാകും. അപ്പോൾ നന്നായിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻസിൽ ഇട്ടാൽ മതി കേട്ടോ.